Hi guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 349 ഇന്റർസെക്ഷൻ ഓഫ് ടു അറേസ്. Given an integer array num1 and num2, return an array of their intersection. Each element in the result must be unique and you may return the result in any order. അതായത് രണ്ട് അറേ കൊടുത്തിട്ടുണ്ട്, അതിൽ കോമൺ എലമെന്റ്സ് ഒരു അറേയിലാക്കി റിട്ടേൺ ചെയ്യണം. പക്ഷേ അത് യുണീക്ക് ആയിരിക്കണം. അതായത് ടു രണ്ടൂട്ടം വന്നാൽ നമ്മൾ രണ്ട് ടു ഇവിടെ ആഡ് ചെയ്ത് ഒരു ടു ആഡ് ചെയ്ത് എല്ലാ നമ്പേഴ്സ് യുണീക്ക് ആയിരിക്കും. അത് ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാൻ പറ്റിയ എളുപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു രണ്ട് ലൂപ്പ് കൂടി ട്രവേഴ്സ് ചെയ്യാം. എന്നിട്ട് കോമൺ എലമെന്റ് ഒരു വെക്ടറിൽ ആഡ് ചെയ്തു. പക്ഷെ വെക്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വരുമല്ലോ. അപ്പോൾ കോമൺ എലമെന്റ് ഞാൻ ഒരു സെറ്റിൽ ആഡ് ചെയ്യാം. സെറ്റിൽ ആഡ് ചെയ്ത അവസാനം റിട്ടേൺ വെക്ടർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് സെറ്റ് ഇതിന്റെ തിരിച്ചൊരു വെക്ടറുകളാക്കിയിട്ട് അങ്ങനെ റിട്ടേൺ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി എഫിഷ്യന്റ് സൊല്യൂഷൻസ് ഉണ്ട്. ബേസിക്കലി ഈ ക്വസ്റ്റൻ ഒത്തിരി ബേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബൈനറി സെർച്ച് ഉപയോഗിച്ച് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാം. 2 പോയിന്റേഴ്സ് ഉപയോഗിക്കാം, മാപ്പ് ഹാഷ് സെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ബ്രൂട്ട് ഫോഴ്സും 2 പോയിന്റേഴ്സും ആണ് പറയാൻ പോകുന്നത്. അപ്പം ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രൂട്ട് ഫോഴ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് രണ്ട് ലൂപ്പ് ഉപയോഗിക്കുക, ഒരു ഫോർ ലൂപ്പ്, അതിനകത്ത് വേറൊരു ഫോർ ലൂപ്പ്. ഫസ്റ്റ് ഫോർ ലൂപ്പ് നംസ് 1 ട്രാവേഴ്സ് ചെയ്യും, സെക്കൻഡ് ഫോർ ലൂപ്പ് നംസ് 2 ട്രാവേഴ്സ് ചെയ്യും. നംസ് 1 ഓഫ് ഐ ഈസിക്കൽ ടു നംസ് 2 ഓഫ് ജെ ആണെങ്കിൽ നമ്മൾ വെക്ടറിൽ പുഷ് ബാക്ക് ചെയ്യും. പക്ഷെ വെക്ടറിൽ പുഷ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ പുഷ് ബാക്ക് ചെയ്യരുതല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു കണ്ടീഷൻ വെക്കണം. ആ കണ്ടീഷൻ ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യണം. ഇഫ് എഫ് കെ ഡി ഫൈൻഡ്, ഈ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെക്ടറിൽ ഓൾറെഡി നമ്മൾ ഒരു എലമെന്റ് ഓൾറെഡി പുഷ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. ഇത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനിൽ മാത്രമേ ആവശ്യം വരത്തുള്ളൂ. ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനിൽ ഇത് നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. കാര്യം ഇത് ഫൈൻഡ് മെത്തേഡ് എസ് ടി ഡി തന്നെ വരുന്നത്. യൂസിങ് എസ് ടി ഡി നെയിം സ്പേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ടി ഡി ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ടി ഡിന്റെ ആവശ്യമില്ല. പക്ഷേ ഫൈൻഡ് മെത്തേഡിന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫോർ എക്സാമ്പിൾ വി എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തെന്ന് വെച്ചു. വി എന്ന് പറയുന്ന വെക്ടർ ആണ് ഇനിഷ്യലൈസ് ചെയ്യാൻ ആൻസർ വെക്ടർ ഇനിഷ്യലൈസ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ വി ഡോട്ട് എൻഡ് കോമ എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് വെക്ടറിൽ ഈ എക്സ് ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വി ഡോട്ട് ബിക്കുന്ന ഒരു ഐറ്ററേറ്റർ ആണ്, വി ഡോട്ട് എൻഡ് വേറെ ഐറ്ററേറ്റർ ആണ്. ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഐറ്ററേറ്റർ തന്നെ ആയിരിക്കും. അപ്പം ഇതിലൊരു കാര്യമുണ്ട്. ഇതിപ്പം ഈ ഫൈൻഡ് റിട്ടേൺ ചെയ്യുന്ന സാധനം നോട്ട് ഈക്വൽ ടു വി ഡോട്ട് എൻഡ് ആണെങ്കിൽ, അതായത് വി ഡോട്ട് എൻഡ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വി ഡോട്ട് എൻഡ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വി കണ്ടെയ്ൻ എക്സ്, അല്ലാന്നുണ്ടെങ്കിൽ വി ഡസ് നോട്ട് കണ്ടെയ്ൻ എക്സ്. അതായത് ഈ പറയുന്ന വിക്ക് അകത്ത് ഈ എക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്, ഈ ഫൈൻഡിന്റെ റിസൾട്ട് എന്ത് വരും, വി ഓഫ് എൻഡ് തന്നെ വരും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ എൻഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിനകത്ത് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. ഇത് ബ്രൂട്ട് ഫോഴ്സിൽ മാത്രമേ ആവശ്യം വരത്തുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ 2 പോയിന്റർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെത്തേഡും കൂടെ ആവശ്യം വരും. അതിന്റെ പേര് ബാക്ക് എന്ന മെത്തേഡാണ്. അത് വി ഡോട്ട് ബാക്ക്. ഈ വി ഡോട്ട് ബാക്ക് എന്ന് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എലമെന്റ് തരും. ആ അറയിലെ ഏറ്റവും ലാസ്റ്റ് എലമെന്റ് തരും. ഇവിടെ ഇത് എന്തുകൊണ്ട് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞാൽ 2 പോയിന്റ് അപ്രോച്ചിന്റെ പ്രത്യേകത നമ്മൾ അറേ രണ്ടും സോർട്ട് ചെയ്തിട്ടേ ചെയ്തുള്ളൂ. നമ്പർ നംസ് 1 നംസ് 2 സോർട്ട് ചെയ്ത ശേഷമാണ് 2 പോയിന്റ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ബാക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ ഇല്ലേ, അതായത് നേരത്തെ നമ്മൾ ഓൾറെഡി എലമെന്റ് ആഡ് ചെയ്തോ ഇല്ലേ ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം സോർട്ടഡ് അറേ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ ഫോർ എക്സാമ്പിൾ 2 അടുത്ത് വരുവാണെങ്കിൽ മുമ്പേ ഒരു 2 വന്നെങ്കിൽ അടുത്ത തവണ പിന്നെയും 2 ആണ് വരുന്നത്. കാര്യം സോർട്ടഡ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ബാക്ക് ചെക്ക് ചെയ്തിട്ട് അതേ നമ്പറാണ് പുറകിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, പുഷ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, എപ്പോഴും ഈ വി ഡോട്ട് ബാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന് മുമ്പ് ഒരു വി ഡോട്ട് എം ടി ആണോ നമ്മുടെ ചെക്ക് ചെയ്യണം. കാര്യം എം ടി അറയിൽ വി ഡോട്ട് ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എറർ വരും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്ത് തുടങ്ങാം. നമുക്ക് 2 പോയിന്റ് അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്യാം. ഇതേപോലെ ആദ്യം നമ്മൾ നംസ് 1 സോർട്ട് ചെയ്യും, പിന്നെ നമ്മൾ നംസ് 2 സോർട്ട് ചെയ്യും. ഓക്കെ, നംസ് 1 നംസ് 2 സോർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 2 പോയിന്റ്സ് എടുക്കുന്നതാണ്. ഹൈയും ചെയ്ത് തന്നെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രവേഴ്സ് ചെയ്യണം. പക്ഷേ സാധാരണ 2 പോയിന്റ്സ് എല്ലാം നമ്മൾ വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റേഞ്ചിനകത്താണോ നോക്കണം. ആദ്യം നംസ് 1 നമ്മൾ നംസ് 1 ട്രവേഴ്സ് ഉപയോഗിക്കും.
and ഓക്കെ. ഇതിനകത്താണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ടു പോയിന്റേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ nums വൺ ഓഫ് ഐ ഈസ് ഈക്വൽ ടു nums ടു ഓഫ് ജെ ആണെങ്കിൽ പുഷ് ബാക്ക് ചെയ്യും, അറയിൽ പുഷ് ബാക്ക് ചെയ്യും. ഓക്കെ, കാര്യം രണ്ട് സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സോർട്ട് ചെയ്യുമ്പോൾ 495 സോർട്ട് ചെയ്യുമ്പോൾ 459 മറ്റേ അടുത്ത നമ്പർ 9494 സോർട്ട് ചെയ്യുമ്പോൾ 44899 അല്ലേ, 44899 ഈ കാര്യം സോർട്ട് ആവുക. ഇത് നമ്മൾ നോക്കുന്നതിന് നമുക്ക് റിവേഴ്സ് നോക്കുന്നത് മനസ്സിലാവും. രണ്ടും ഈക്വൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പുഷ് ബാക്ക് ചെയ്യും. അടുത്തത് ഇതും ഈക്വൽ വന്നു കഴിഞ്ഞു നമ്മൾ കണ്ടീഷൻ ഇടും, മറ്റേ ഇല്ല എന്താ പറയുക നേരത്തെ ഉണ്ടോ ഇല്ല എന്നുള്ള കണ്ടീഷൻ അപ്പം ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ പുഷ് ബാക്ക് ചെയ്യില്ല. പിന്നെ 4 8 നോക്കും. 4 8 നോക്കുമ്പം nums ഓഫ് വൺ ഓഫ് ഐ nums ഓഫ് ജെ ടു ഓഫ് ജെനെ കാട്ടി കുറവാണ്, അതുകൊണ്ട് നമ്മൾ I++. അപ്പം 4 5 ആവും. 5 8 കമ്പയർ ചെയ്യും, പിന്നെയും 5 കുറവാണ്, അതുകൊണ്ട് പിന്നെയും ++. 9 8 കമ്പയർ ചെയ്യും, പക്ഷെ അപ്പോൾ ഇപ്പോൾ ഇവിടെ 8 ആണ് കുറവ്, അപ്പം J++. അപ്പം 9 ആണ്. അപ്പം 9 കമ്പയർ ചെയ്യും, പുഷ് ബാക്ക് ചെയ്യും, പിന്നെ 9 കമ്പയർ ചെയ്യും, പക്ഷേ നമ്മൾ ഓൾറെഡി തിട്ടുകളിലായതുകൊണ്ട് നമ്മൾ പിന്നെ പുഷ് ബാക്ക് ചെയ്യില്ല. അങ്ങനെയാണ് നമുക്ക് 9 4 എന്നുള്ള എന്താ പറയുക റിസൾട്ട് അറേ സ്റ്റോർ ആവുന്നത്. ഇവിടെ ഞാൻ ആൻസർ ഇനിഷ്യലൈസ് ചെയ്യാൻ പറഞ്ഞു. വെക്ടർ ആൻസർ മൈനസ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് പുഷ് ബാക്ക് ചെയ്യണം. ഇഫ് nums വൺ ഓഫ് ഐ അല്ലെങ്കിൽ nums ടു ഓഫ് ജെ അങ്ങനെയാണെങ്കിൽ പുഷ് ബാക്ക് ചെയ്യണം. പക്ഷെ പുഷ് ബാക്ക് ചെയ്യുന്ന മുമ്പോട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മളതിൽ ഓൾറെഡി ആ എലമെന്റ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എല്ലാ തവണയും പുഷ് ബാക്ക് ചെയ്യുന്നത് nums ഓഫ് ഐ നമ്പർ ആയിരിക്കും. കാര്യം ഇവിടെ നമ്മൾ nums ഓഫ് ഐ ആണ് റെഫറൻസ് എടുക്കുന്നത്. കാര്യം nums ഓഫ് ഐ കാര്യമൊന്നുമില്ല, നമുക്ക് nums ടു ആയിട്ട് എടുക്കാം, പക്ഷെ ഇത്തവണ നമ്മൾ nums ഓഫ് ഐ എടുക്കുന്നതേ ഉള്ളൂ. അപ്പം nums ഓഫ് ഐ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം nums ഓഫ് ഐ നേരത്തെ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇഫ് ans അല്ലേ, ans ഡോട്ട് എം ടി എം ടി ആണോ അഥവാ ബാക്കിൽ ANSന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ, ബാക്കിൽ ഈ നമ്പർ നേരത്തെ വരുന്നുണ്ടോ അഥവാ വരുന്നില്ലെങ്കിൽ, ഇത് എം ടി ആണെങ്കിലും ഞകത്ത് പോകും, ഇത് വരുന്നില്ലെങ്കിലും ഞകത്ത് പോകും, പുഷ് ബാക്ക് ചെയ്യും. അപ്പം വരുന്നുണ്ടെങ്കിലും എം ടി അല്ലെങ്കിലും അത് പോകില്ല. അല്ലല്ല, ഇത് ഓറല്ലേ ആൻഡല്ല. അപ്പം വരുന്നുണ്ടെങ്കിലോ അത് എം ടി അല്ലെങ്കിലോ, ഇപ്പൊ എം ടി ആയിരുന്നെങ്കിൽ എപ്പോഴും ഇത് ഈ എം ടി എപ്പോഴെങ്കിലും ഫോൾസ് വരുമല്ലോ, ഫസ്റ്റ് ടൈം മാത്രമേ ഫോൾസ് വരത്തുള്ളൂ. അപ്പോഴാണ് ഇത് റൺ ആവാത്തത്. കാര്യം സോറി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ array ഓഫ് ANS ഓഫ് എം ടി ഇത് ട്രൂ ആണെങ്കിൽ എപ്പോഴും അകത്ത് കയറും. ഇത് ഒരു തവണ ട്രൂ ആകത്തുള്ളൂ, അത് ഫസ്റ്റ് ടൈം ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ടൈം ഇത് ട്രൂ ആവില്ല, ANSന്റെ ബാക്ക് കാണൂല. കാര്യം ഫസ്റ്റിൽ ഒരു അറേ ഇതിനകത്തൊന്നും ഇല്ലല്ലോ, അറേ കാലിയല്ലേ. അപ്പൊ ആ കാലിയ സമയത്ത് അകത്ത് കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ANS എം ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് അറേ കാലി ആയിരിക്കുമ്പോൾ ആദ്യത്തെ തവണ കയറാൻ വേണ്ടിയാണ് എം ടി ഇട്ടേക്കുന്നത്. ബാക്കി അത് ആദ്യത്തെ തവണ കഴിഞ്ഞ് ഫുൾ എല്ലാ തവണ ഇത് ഫോൾസ് ആയിരിക്കും, ഇത് മാത്രം ട്രൂ ആകത്തുള്ളൂ, ഇത് ട്രൂ ആകത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ട്രൂ ആകണമെന്നില്ല. കാര്യം നമ്മൾ ബാക്കിൽ നമുക്ക് എന്തോ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മളത് ഇന്നതാണോ അല്ലേ എന്നുള്ളത്. ANS ഓഫ് ബാക്ക് നോട്ട് ഈക്വൽ ടു nums ഓഫ് വൺ ഓഫ് ഐ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, പുഷ് ബാക്ക് ചെയ്യും. nums ഓഫ് വൺ. അടുത്തത് എൽസ് ഇഫ് nums ഓഫ് ഐ nums ഓഫ് ജെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ I++. എൽസ് ജെ പ്ലസ് വൈലെവിടെ തീരുന്ന ഇവിടെ
റിട്ടേൺ വർക്കാവും നോക്കാം. സംഭവം സോറി, നംസ് ഓഫ് 1 നംസ് ഓഫ് 2 ആയിരുന്നു. സംഭവം കോഡ് സോറി. സംഭവം എവിടെ ഒരു കണ്ടീഷൻ മാറിപ്പോയിരിക്കുകയാണ്. നംസ് 1 ഓഫ് എൽ എസ് നംസ് 1 ഓഫ് ജെ ആണെങ്കിൽ ഐ പ്ലസ് പ്ലസ് ജെ പ്ലസ് പ്ലസ്. ഇവിടെ ഒരു നമ്മൾ കണ്ടീഷൻ പറഞ്ഞാൽ നമുക്ക് ഇത് പുഷ് ബാക്ക് ചെയ്യണമെങ്കിൽ എല്ലാ തവണയും നമ്മൾ ഐ പ്ലസ് പ്ലസും ജെ പ്ലസ് പ്ലസും ചെയ്യണം. അത് ഞാൻ മറന്നു. ഇവിടെ അല്ലേ, എവിടെ? ഓക്കെ ഓക്കെ, മൈ ബാഡ്. ഇത് ഇവിടെ അല്ലായിരുന്നു കൊടുക്കേണ്ടത്. രണ്ട് തവണ ഇതാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നം. ഇവിടെയായിരുന്നു കൊടുക്കേണ്ടത്. ഓക്കെ സോറി. ഇങ്ങനെ ഇത് ഈക്വലേക്ക് ഇതിനകത്ത് വരും, അതിൽ ഈക്വല്ലെങ്കിൽ ഇതിനകത്ത് വരും. പക്ഷെ ഇവിടെ എൽസിനകത്ത് എൽസ് വേണ്ട. ഇവിടെ എല്ലാ തവണയും നമുക്ക് ഐ പ്ലസ് പ്ലസും ജെ പ്ലസ് പ്ലസും ചെയ്യണം. രണ്ടേ നോക്കാം. ഞാൻ അറിയാതെ ഈ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഇഫിന് പകരം ഞാൻ എൽസ് ഇട്ടത്, പുറത്തുള്ള ഇഫിനായിരുന്നു കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറ്റിയത്. പുറത്തുള്ള ഇഫിനായിരുന്നു എൽസ് വരേണ്ടത്, അകത്തുള്ള ഇഫിന് കൊടുത്തത്. ഓക്കെ, സംഭവം കറക്റ്റാണ്. ഓക്കെ, താങ്ക് യു.